സഭാ പരിപാടികളിൽ പ്ലാസ്റ്റിക് വിലക്കി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത. ഇതിനോടനുബന്ധിച്ച് വെള്ളയമ്പലം TSS ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ പരിസ്ഥിതി സംരക്ഷണ നയരേഖ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ R ക്രിസ്തുദാസ് അധ്യക്ഷത വഹിച്ചു. അതിരൂപത തലത്തിൽ 36 കർമ്മ പരിപാടികളാണ് പരിസ്ഥിതി സംരക്ഷണ നയരേഖയുടെ ഭാഗമായി നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതകളുടെ പരിപാടികളിൽ പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് സഭയുടെ പരിസ്ഥിതി സംരക്ഷണ നയരേഖയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഫ്ലെക്സ്, തെർമോകോൾ ഉൾപ്പെടെയുള്ളവയുടെ ഉപയോഗം സഭാസംബന്ധമായ പരിപാടികളിലോ ആരാധനാലയങ്ങളിലോ സഭാ സ്ഥാപനങ്ങളിലോ ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പാക്കണമെന്നും നയരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് വെള്ളയമ്പലം TSS ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ പരിസ്ഥിതി സംരക്ഷണ നയരേഖ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ R ക്രിസ്തുദാസ് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ സൗരോർജ്ജ സംവിധാനങ്ങൾ നടപ്പാക്കുകയും വൈദ്യുതിയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം പാലിക്കുകയും വേണം. അതിരൂപത ആസ്ഥാനം, ഇടവകകൾ, സന്യാസ ഭവനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയുടെ പരിസരം വൃത്തിയായും അലങ്കാര പുഷ്പച്ചെടികൾ, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ വെച്ചുപിടിപ്പിച്ച് ഹരിതാഭയമായി സൂക്ഷിക്കണമെന്നും ഇതിനായി വ്യക്തികളെ ചുമതലപ്പെടുത്തണമെന്നും നയരേഖയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിരൂപതാ തലത്തിൽ 36 കർമ്മ പരിപാടികളാണ് പരിസ്ഥിതി സംരക്ഷണ നയരേഖയുടെ ഭാഗമായി നടപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് പരിപാടിയിൽ അറിയിച്ചു. ഷക്കീന ന്യൂസ്, തിരുവനന്തപുരം.